അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം നൽകിയിട്ടുണ്ടോ ആ നൽകിയ കാര്യങ്ങളെല്ലാം ഒന്നുകിൽ പരലോകത്ത് ഗുണം ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ പരലോകത്ത് നമുക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് മുഴുവനും ഓരോ വ്യക്തികൾക്കും അള്ളാഹു വ്യത്യസ്തമായതാണ് നൽകുക. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ എല്ലാം നൽകില്ല. ഇപ്പൊ ചില ആളുകൾക്ക് അള്ളാഹു കുറെ മക്കളെ കൊടുക്കും, പക്ഷെ അയാൾക്ക് ഒരു പക്ഷേ സമ്പത്ത് മുതൽ കൊടുത്തോളന്നില്ല. ചില ആളുകൾക്ക് ഒരുപാട് മുതൽ കൊടുക്കും, പക്ഷെ അത് ഉപയോഗിക്കാൻ ചിലപ്പോൾ അള്ളാഹു മക്കളെ കൊടുത്തോളന്നില്ല. ചില ആളുകൾക്ക് സന്താനത്തെയും സമ്പത്തും കൊടുക്കും, പക്ഷെ ആരോഗ്യം കൊടുത്തോളന്നില്ല. ഇങ്ങനെ പലതും പല രൂപത്തിലാണ് അള്ളാഹു നൽകുക. നമുക്ക് ഇപ്പോൾ എന്തൊക്കെയുണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കുമാണ് അറിയാം. ഈ കാര്യങ്ങൾ അള്ളാഹു നൽകിയ ഇതുകൊണ്ടൊന്നും നമുക്ക് നാളെ പരലോകം നഷ്ടപ്പെട്ടുകൂടാ. പരലോകത്തിനെ ഗുണകരമാക്കി മാറ്റാൻ കഴിയണം. അള്ളാഹു എന്തൊക്കെ തന്നോ അത് മുഴുവനും ഗുണകരമാക്കി മാറ്റാൻ കഴിയണം. എല്ലാ ശനിയാഴ്ചയും നമ്മൾ രാവിലെ ഖുർആൻ മറിച്ച് വെച്ച് ഈ പള്ളിയിൽ അള്ളാന്റെ ഈ ഭവനത്തിൽ ഇരിക്കുന്നത് ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതായത് നമുക്ക് പടച്ചോൻ തന്നതൊക്കെയും നമുക്ക് മരണത്തിന് ശേഷം ഗുണകരമാകണം. അതൊരിക്കലും നമുക്ക് നഷ്ടമായി മാറരുത്. അപ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് ഗുണകരമായി മാറുക, എങ്ങനെയാണ് നമുക്കത് ദോഷകരമായി മാറുക എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനും ഈ മതവും നമുക്ക് നൽകിയിട്ടുള്ളത്, ഗുണകരമാക്കി മാറ്റാൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അപ്പൊ ആ ദുആയിൽ എന്നും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ പഠിക്കുന്ന അഫ്വും ആഫിയത്തും ഞാൻ ഈ പറഞ്ഞ വിഷയം തന്നെയാണ്. അള്ളാഹു നമുക്ക് നൽകിയ കാര്യങ്ങളെ ഗുണകരമാക്കി മാറ്റുക എന്നതാണ്. അത് ഗുണകരമായി മാറണമെങ്കിൽ നമുക്ക് ആ വസ്തുക്കൾ കൊണ്ടുള്ള അഫ്വും ആഫിയത്തും പൂർണ്ണമായി കിട്ടണം. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞത് ഏതായിരുന്നു ആയത്ത്? കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞ ആയത്ത് ഏതാണ്? പിന്നെ നമ്മൾ അബൂലഹബിന്റെ കഥ പറഞ്ഞില്ലേ? അബൂലഹബിന്റെ കഥ പറഞ്ഞല്ലോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. അവന്റെ മുതലും അവൻ സമ്പാദിച്ചുണ്ടാക്കിയ യാതൊന്നും അവന് ഉപകാരപ്പെട്ടില്ല എന്നാ പറഞ്ഞത്. അവന്റെ മുതലും അവൻ സമ്പാദിച്ചുണ്ടാക്കിയതും അവന് ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആ മുതൽ കൊണ്ടുള്ള അഫുവോ ആഫിയത്തോ അവന് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. എന്തിനാണ് അല്ലാഹു തആല ഈ ഒരു പിന്നെ ഏറ്റവും വലിയ ഒരു നികൃഷ്ട മനുഷ്യനെ കുറിച്ച്, അബൂലഹബിനെ കുറിച്ച്, രണ്ട് കരങ്ങളും നശിക്കട്ടെ എന്ന് പറഞ്ഞ അബൂലഹബിനെ കുറിച്ചുള്ള കാര്യം നമുക്ക് പറഞ്ഞു തന്നത് എന്തിനാ? ഇതിനെ പോനെ പറ്റിയൊക്കെ ഖുർആനിൽ പറയേണ്ട കാര്യം. അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ശാപമുണ്ട്.
ആ അബൂലഹബിന്റെ കഥ എന്തിനാണ് ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞത്? നബിന്റെ പാപ്പാന്റെ ജേട്ടന്മാരാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ ജേട്ടന്മാരാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അബൂലഹബും അതുപോലെ അബൂ ത്വാലിബ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ. അത് വേറെ ആരുമല്ല, ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അപ്പോ നിലപാടുകളാണ് വിഷയം. എന്താ ഉണ്ടായത്? അബൂലഹബിനോട് റസൂലുള്ളാഹി പറഞ്ഞത്, പരലോകത്തിലേക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. നിങ്ങള് അതൊക്കെ മനസ്സിലാക്കണം. നരകം വാങ്ങരുത്, സ്വർഗം കിട്ടണം. അതിന് ഈ വിശ്വാസം ശരിയാകണം, കർമ്മം ശരിയാവണം. അതുകൊണ്ട് ഈ വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ആരാധിക്കുന്നതൊക്കെ ഒഴിവാക്കണം, അള്ളാനെ മാത്രം ആരാധിക്കണം. ഇതാണ് വിളിച്ചു പറഞ്ഞത്. ഒരുപാട് സ്വത്തും മുതലൊക്കെ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് ആര്? അബൂലഹബ്. അപ്പം അതാണ്ട് നബിയുടെ ആ വിളിയെ അവഗണിച്ച് ആക്ഷേപിച്ച് തബ്ബല്ലക് അലിഹാദ ജമാഅത്തൻ, അതാണോ ഇതിനാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞ തബ്ബല്ലക് എന്ന് അബൂലഹബ് പറഞ്ഞ അതേ വാക്ക് അള്ളാഹു ഖുർആനില് അള്ളാഹ് എടുത്തിട്ട് പറയാം. മുഹമ്മദ് നബിയോട് അബൂലഹബ് പറഞ്ഞ അതേ വാക്കാണ് അള്ളാഹ് അബൂലഹബിനോട് പറയണത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, 2 വട്ടം ആവർത്തിച്ചു. അപ്പൊ അതിലുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറഞ്ഞത് അൻദിർ അശീറതക്കൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത ആൾക്കാരോട്, ബന്ധുക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം എന്നാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ആദ്യം നമ്മളെ ഭാര്യയോട് പറയണം, മക്കളോട് പറയണം. നമ്മൾ ദീന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഭാര്യ കേൾക്കണം, മക്കൾ കേൾക്കണം, നമ്മളൊക്കെ അറിയണം. ആദ്യം നമ്മൾ ഈ കാര്യം കേൾപ്പിക്കണം. കാരണം ഇത് പ്രയോഗത്തിൽ വരുത്തേണ്ടത് അവിടെ. കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തേണ്ടത് അവിടെയാണ്. അപ്പൊ പ്രയോഗത്തിൽ വരുത്താൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന കാര്യം എന്താണോ അത് അവർ കേൾക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സ്വന്തക്കാരോട് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പം അവഗണിച്ചു. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ അവഗണിച്ചവർക്കൊക്കെയും ഇതന്നെ ആയിരിക്കും അവസ്ഥ. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ എന്തിലേക്കാണ് വിളിച്ചത്? ഖുർആനിലേക്കാണ് വിളിച്ചത്, ഖുർആനിലേക്കാണ് ക്ഷണിച്ചത്. പക്ഷേ അത് അവഗണിച്ച്, അത് തള്ളിക്കളഞ്ഞ്, വിളിച്ചോനെ അപഹസിച്ച്, അത് മെയിൻറ്റെയിൻ ചെയ്യാതെ തിരിഞ്ഞു കളഞ്ഞവർക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ആൾക്കാർക്കും ഈ അബൂലഹബിന്റെ സ്ഥാനം തന്നെയാണ്, അബൂലഹബിന്റെ അവസ്ഥ തന്നെ ഉണ്ടാവും. ഉള്ളത് ഒരു മുതലും അവനക്കുള്ള ഒന്നും സമ്പത്തും ഒന്നും ഒരു പ്രയോജനം ചെയ്യൂല നാളെ പരലോകത്ത്. അങ്ങനത്തെ പ്രയോജനം ചെയ്യാതിരിക്കലാണ് ആ മുതലിന്റെ നഷ്ടപ്പെട്ടു പോകുന്ന ആഫും ആഫിയത്തും പറഞ്ഞതാണ്. അതിനാ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്ത് പറഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ സൂറത്ത് അൽ ബഖറയിലെ 155 കൂടി നമ്മൾ പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. 2ൽ 155 എന്ന് കഴിഞ്ഞ ക്ലാസ്സിലുള്ള ആൾക്കാർ ഒന്ന് നോട്ട് നോക്കാണേ. 2ൽ 155 പറഞ്ഞിട്ടില്ല. എന്നാല് നമ്മള് നിർബന്ധമായിട്ട് നമുക്കൊക്കെ അറിയുന്ന ഒരു ആയത്ത് തന്നെയാണത്. നമ്മളത് പഠിക്കൽ നിർബന്ധമാണ്. അന്ന് മറിച്ച് നോക്കി. അൽ ബഖറയിലെ 155. കണ്ടില്ല? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഇല്ല. അപ്പൊ അവർ ശ്രദ്ധിക്കും. എന്താ പറയുക, ഇതിലൊരു വലിയൊരു വിഷയമുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ സൂറത്ത് നൂറ് തുടങ്ങി വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നതാണ്. അതിങ്ങനെ പോകുന്നതിലൊരു വിഷമമുണ്ടെങ്കിലും നമ്മൾ ഇത് ഈ പറയുന്ന ഈ വിഷയം പൂർണ്ണമാക്കാതെ നമ്മൾ പോയാലും ശരിയാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ പ്രാർത്ഥനകളൊക്കെ പകുതിക്കിട്ട് പോകുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് മുഴുവനായിട്ട് പറയണം. ക്ലാസ്സുകൾ നമ്മൾ അതിനു വേണ്ടി നീക്കി വെച്ചാലും മുഴുവനായിട്ട് പറയണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കാരണമാണ്.
ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് സാവകാശം പറഞ്ഞ് തൊണ്ടക്കൊരു വേദന ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സാവകാശം പറഞ്ഞത്. ഒന്ന് 2 ക്ലാസ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ആ ശ്രദ്ധയെ ക്ഷണിക്കാൻ എനിക്ക് ഒച്ചടാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ശ്രദ്ധിക്കല്ല. ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞു, പിന്നെ നമ്മൾക്ക് അള്ളാഹു എന്തൊക്കെ തന്നോ ആ തന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പരലോകം വാങ്ങാണ് വേണ്ടത്, പരലോകം നഷ്ടപ്പെടരുത്. അത് ബേസിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന്റെ ഉസൂലാണ്, അടിത്തറയാണ് ഈ പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ തന്നു, എത്രയൊക്കെ കിട്ടും, എത്ര കാലം കിട്ടും എന്നൊക്കെ ഉള്ളത് നമ്മളാരും തീരുമാനമല്ല, അള്ളാന്റെ തീരുമാനം. എന്നുള്ളത് നാളെ ഉണ്ടാവുമെന്ന് അറിയില്ല, അതൊക്കെ റബ്ബിന്റെ കയ്യിലാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹു പറയാണ് വല നബിലുവന്നക്കും, ആയത്തിൽ ശ്രദ്ധിക്കണം, വല നബിലുവന്നക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നല്ല അർത്ഥം. ചില ആൾക്കാരൊക്കെ അങ്ങനെ അർത്ഥം പറയാം, അങ്ങനല്ല. അവിടെ ലാമുണ്ട്, ലാമും തെക്കിയതാണ്, നൂനും തെക്കിയതാണ്, 2 അക്ഷരം തെക്കിയതിന്റെ അവിടെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. നിങ്ങളെന്നാ പരീക്ഷിക്കുന്നല്ല. അതിന്റെ അർത്ഥം എന്താണ്? ആ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാന് ശരിക്ക് പിന്നെ ഓല നബിലൂക്കും എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പിന്നെ ലാമണ്ട ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് നൂന് കൊടുത്താൽ മതി, എന്നാൽ തന്നെ അതിന് തെക്കിയത് കിട്ടും. പക്ഷെ രണ്ടും കൊടുത്തു, അത് അത്രയും ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. കുറച്ചൊക്കെ ഞാൻ പറയാൻ പോണ കാര്യങ്ങളാണ് ഈ കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ. മിനൽ ഖൗഫി, ഒന്ന് പേടിയാണ്, ഭയം കൊണ്ട് പരീക്ഷിക്കും. ഈ ഖൗഫ് എന്ന് പറഞ്ഞത് നമ്മൾ വേറെ തന്നെ ഖുർആനിലെ ആയത്തുകളിലൂടെ തദബ്ബുർ ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഖൗഫ്. മിനൽ ഖൗഫി, കുറച്ചൊക്കെ ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ഈ ഭയം വലിയ പരീക്ഷണമാണ്. ആർക്കാണ് ഭയമില്ലാത്തത്? ഇപ്പൊ നിങ്ങളെ ആലോചിക്കുന്ന ഇരുപ്പിൽ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ ഉള്ളിൽ ഭയം, പല കാര്യങ്ങളെ കുറിച്ചും ഭയം അല്ലെ? നമ്മളെ വീട്ടിലെ കാര്യം, നമ്മളെ മക്കളെ അല്ലെ, നമുക്ക് ഭയമുണ്ട്. നമ്മളെ കച്ചവടം, നമ്മളെ ബിസിനസ്, ഇതൊക്കെ നമുക്ക് പ്രശ്നമാണ്. എല്ലാം നമുക്ക് ഭയമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ, നമുക്ക് വാഹനത്തിൽ കയറുമ്പോ ഒക്കെ ഉള്ളിലൊരു ഭയം നമ്മളെല്ലാരും ഉള്ളിലുണ്ട്. എന്നാൽ അള്ളാഹ് പറഞ്ഞു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് ചില ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഭയമില്ല, ഭയപ്പെടേണ്ടതില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഖൗഫ് കൊണ്ട് പരീക്ഷിക്കും. വേറെ അള്ളാഹു തആല ഒരു 5-6 സ്ഥലത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് ലാ ഖൗഫുൻ അലൈഹിം. അതാരെ പറ്റിയെന്നറിയാം? എന്റെ ചുരുക്കതാണ്. അത് പറഞ്ഞാൽ വേറെ അങ്ങോട്ട് നീണ്ടുപോകും. ആയത്തിലൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. എന്റെ ചുരുക്കതാണ് ഈമാനും തഖ്വയുമുള്ള ആൾക്കാരെ കുറിച്ചിട്ടാ പറഞ്ഞത്. അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ. ഇപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ. ഈമാനും തഖ്വയുള്ള ആൾക്കാരാണ്. എന്താ കാരണം എന്നറിയാം? എന്താ കാരണം? നമ്മളിപ്പോ പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോവാണ്, വീട് പൂട്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മൾ അയൽവക്കക്കാരെ ഏൽപ്പിക്കുന്നുണ്ട്, നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ആ വീടും വീട്ടിലുള്ള വസ്തുക്കളും നമുക്കൊരു ഭയമാണ് അല്ലെ, ഒരു പേടിയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടിട്ടോ എന്ന് പറഞ്ഞത്. നമ്മളെ കുട്ടികൾ സ്കൂളിൽ പോയി വരുന്നുണ്ട്, നമുക്കൊരു പേടിയാണ്. നമ്മൾ ടീച്ചേഴ്സിനോട് പറയും കൂടെ പോണ കുട്ടികളോട് ഒന്ന് ശ്രദ്ധിക്കേണ്ടിട്ടോ എന്ന് പറയും അല്ലെ, നമുക്കൊരു ഭയമാണ്. എങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈമാനും തഖ്വയുമുള്ള ഒരാള് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ആരെ ഏൽപ്പിച്ചു? അല്ലാഹനെ ഏൽപ്പിച്ചു. മക്കള് പോകുമ്പോ അസ്തഗ്ഫിറുല്ലാഹ ദീനക വഅമാനത ഖവാതിമ അമാലിക, അതൊക്കെ അല്ലാഹനെ ഏൽപ്പിച്ചു. അവന്റെ ദീനം അമാനത്തും ഒക്കെ അല്ലാഹനെ ഏൽപ്പിച്ചു. ഇറങ്ങി പോകുമ്പോ ഇവർക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. കാരണം ആ ഒരു നിലപാട് അവരെ ഉള്ളിൽ ഉണ്ടാകും. ശരി, അതല്ലല്ലോ വിഷയം, നമുക്ക് വേറെ വരുന്നത്. ബാക്കി വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, വിശപ്പാണ്. പിന്നെ
അതാണ് നമ്മുടെ വിഷയം. മുതലുകളിൽ കമ്മി വരുത്തുക, നെക്സ് വരുത്തുക. മുതലുകളിൽ നെക്സാക്കിക്കൊണ്ട് അള്ള പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിക്കുന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിൽ പെട്ടെന്ന് മുതലെന്തായി പോകും, അത് കമ്മിയാവുക. പറഞ്ഞാല് ലാഭങ്ങളൊക്കെ കുറയാ, പലതും കൂട്ടിപ്പോവുക, പലതും നഷ്ടം സംഭവിക്കുക. നല്ല ശമ്പളമുള്ള ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുക, പെട്ടെന്ന് പിന്നെ അനുവാദം കിട്ടാതിരിക്കുക. ഇപ്പൊ ഇന്നലെ വന്ന് ഒമാനയിൽ ഒരുപാട് പിന്നെ സ്ഥാപനങ്ങൾ പിന്നെ അടച്ചുപൂട്ടാൻ ഗവൺമെന്റിന്റെ ഓർഡർ. ഒരുപാട് പിന്നെ ഏജൻസികൾക്ക് ഒമാനിൽ ഇപ്പൊ പുതിയ നിത്താക്കാത്തിനേക്കാളും ഭയങ്കര സംഭവം. ഇന്നലെ രാത്രി ഇന്നലെ വെള്ളിയാഴ്ച ഇന്നലെ മുതൽ അത് ഓർഡർ വന്നു. പല ആളുകളും തിരിച്ച് അവിടേക്ക് വരാൻ കഴിയില്ല, തിരിച്ചെത്താൻ കഴിയില്ല. പലതും ഒരു 10, 20ഓളം 22ഓളം വിഭാഗങ്ങൾ പറയുന്നുണ്ട്. ഒരു ബാർബർ ഷാപ്പ് വരെ അതിൽ പറ്റൂല. അപ്പൊ അത്രയും മുതൽ മുടക്കിയ ആൾക്കാർക്ക് ഒറ്റ സുപ്രഭാതം കൊണ്ടാണ്, ഒരു ഓർഡർ വന്നതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഒരുപാട് പിന്നെ ദീനാറും ദിർഹമുകളും ചെലവാക്കി, റിയാലുകൾ ചെലവാക്കി ഉണ്ടാക്കിയ സ്ഥാപനം പെട്ടെന്ന് നാളെ മുതൽ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ മുതൽ മുടക്കിയ ലക്ഷങ്ങൾ പോവാണ്. അള്ളാ പറയാണ് ഭയങ്കര പരീക്ഷണമാണ് ഇതൊക്കെ. ഇത് വരും. വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പലതും പെട്ടെന്ന് തകർന്നു പോകും. പെട്ടെന്ന് നിയമങ്ങൾ മാറി വരും, പെട്ടെന്ന് തടസ്സങ്ങൾ വരും. പ്രിയപ്പെട്ടവരെ മരിപ്പിക്കും. അവിടെ മരണമാണ്. നമുക്ക് ആകെയുള്ള ഒരു കുടുംബത്തിന് അത്താണി, ആകെയുള്ള ഒരു പ്രതീക്ഷ. ചില മരണങ്ങൾ അങ്ങനെ, ചില മരണങ്ങൾ എന്താ ഉണ്ടാകുന്ന അറിയുന്നത്, ചില ആൾക്കാർ മരിച്ചാല് നാടിന് ഗുണം കിട്ടിയെന്ന് പറയും. ചില ആൾക്കാർ ഒരു കുടുംബത്തിലെ ആൾക്കാർ മരിച്ചാലോ അതിനുള്ള ശല്യം തീർന്നു. എന്നാൽ ചില മരണങ്ങൾ എന്താ അറിയോ, ചില മരണങ്ങൾ ചില കുടുംബങ്ങളെ തകർത്ത് കളയും. ചില മരണങ്ങൾ അങ്ങനെയാണ്. ഭയങ്കരമായ ദാരിദ്ര്യത്തിലേക്ക്, പട്ടിണിയിലേക്ക് ഒരു കുടുംബത്തിന്റെ ആശ്രയം നഷ്ടപ്പെട്ടു പോകുമുണ്ടാകുന്ന പ്രയാസം. അത് പ്രിയപ്പെട്ടവരെ മരിപ്പിച്ചുകൊണ്ടുള്ള പറയാം. നമ്മൾ എല്ലാവരും എപ്പോഴും ഉണ്ടാവും വിചാരിക്കണ്ട. നമുക്ക് ഒരു മോനേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മോളേ ഉള്ളൂ, അല്ലെങ്കിൽ 2 മക്കളേ ഉള്ളൂ, ഉണ്ടാവും വിചാരിക്കണ്ട. അല്ല പറയണം, നിങ്ങളെ തോട്ടം, കായികനികൾ, ഫലങ്ങൾ, പറമ്പ്, കൃഷി, പെട്ടെന്ന് അതിന് എന്തെങ്കിലും കൃഷിനാശം സംഭവിച്ച് അതിന്റെ ഫലങ്ങളൊക്കെ കുറഞ്ഞു പോകും. പക്ഷെ ഇവിടെയൊക്കെ ഈ പരീക്ഷണങ്ങളിലൊന്നും ആടി ഉലയാത്ത ചില മനുഷ്യന്മാരുണ്ടാവും. ഈ പരീക്ഷണങ്ങളിലൊന്നും ആടി ഉലയാത്ത, മനസ്സ് പതറാത്ത ചില ആളുകളുണ്ട്. അവർക്കാണ് സന്തോഷ വാർത്ത അറിയിക്കാൻ. കാരണം ഇതാദ്യമേ പഠിച്ചു വെച്ച ആൾക്കാർ, ഇതാദ്യമേ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ. എപ്പോഴാ തകർന്നു പോവുക, എപ്പോഴാണ് ഒരു മനുഷ്യന്റെ മനസ്സ് തകർന്നു പോവുക? പെട്ടെന്ന് അപ്രതീക്ഷിതമായി സംഭവിക്കുമ്പോൾ അല്ലേ? ഇതൊക്കെ മനസ്സിലാക്കിയ ഒരാൾ എപ്പോഴും ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന ആൾക്ക് ഇതൊക്കെ അറിയാം. അപ്പൊ ഇത്തരം സംഭവങ്ങൾ വരുമ്പോ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടതെന്നറിയാം, ഇത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നറിയാം. അങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയുക. ബശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. ഏതൊരു മുസീബത്ത് അവനെ ബാധിച്ചാലും അവൻ പറയും അല്ല തന്നു, അല്ല എടുത്തു. അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ഇതൊക്കെ അല്ല തന്നതാണ്. ഒക്കെ ആരിലേക്ക് തന്നെ പോയി? അല്ലാഹുവിലേക്ക് തന്നെ പോയി. അപ്പൊ ഇത് നൽകുന്ന ഒരു പക്വത ഉണ്ട്, ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു ശക്തമായ ഈമാനിന്റെ ഒരു ബലമുണ്ട്. അതാണ് അവിടെ കിട്ടുന്ന അഫ്വും ആഫിയത്തും എന്ന് പറയുന്നത്. ശരി, ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു അതിനേക്കാൾ ഖൈറായി തരും. അതാണ് എന്റെ പ്രത്യേകത. ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്, അല്ല ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. അത് അതിനേക്കാൾ ഖൈറായത് അവർക്ക് ലഭിക്കുകയും ചെയ്തു ജീവിതത്തിൽ. മനസ്സിലായില്ലേ? അവരത് പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥിച്ചപ്പം അതിനേക്കാൾ ഖൈറായത് അവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ ആ ഖൈറായതിനെ കൂടി എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പൊ ഇത് നഷ്ടപ്പെട്ടാലും നാളെ എനിക്ക് ഇതിനേക്കാൾ ഖൈറായത് കിട്ടും എന്ന ഒരു പ്രതീക്ഷ ഇത് എവിടേക്ക് നയിക്കും? ജീവിതത്തിൽ തകർച്ചയില്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കും.
നമുക്ക് ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കണ്ണിന്റെ മുന്നിലൊക്കെ ഇപ്പൊ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഈ ആയത്തിൽ പറഞ്ഞ എന്തൊക്കെ ഉണ്ട് അത് മുഴുവൻ അവിടെ കണ്ടു അല്ലെ. ഈ പറഞ്ഞത് മുഴുവനും അംഫുസുണ്ട്, സമറാത്തുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഏക്കറക്കണക്കിന് ചായത്തോട്ടങ്ങളാണ് ഒലിച്ചു പോയത് അല്ലെ. പ്രിയപ്പെട്ട അൻഫുസ് മരണമുണ്ടായി. എന്തൊക്കെ ഇതിൽ പറഞ്ഞു അത് മുഴുവനുണ്ടായി. അള്ളാഹു പരീക്ഷിച്ചു. അപ്പം ഇനിയിപ്പം പിന്നെ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരും ആരാണെങ്കിലും ശരി, അവർക്കൊക്കെയും കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ഈ അൽബക്കറയിലെ ഈ ആയത്താണ്. അതുകൊണ്ട് ക്ഷമിക്കുക, സന്തോഷ വാർത്ത അറിയിക്കുക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം നൽകും. അത് പ്രതീക്ഷിച്ച് ജീവിക്കുക. ശരി. അപ്പൊ ആ മുതലിലൂടെ ഉണ്ടാകുന്ന ആഫിയത്ത് അനുഭവത്തിൽ അവർക്ക് ജീവിതത്തോടെ അനുഭവിക്കാൻ കഴിയും. ഇനി 9-ാമത്തെ സൂറത്ത് തൗബ, തൗബയിലെ 24. ഒന്നുമില്ല, ഈ ആയത്ത് ശ്രദ്ധിക്കാം. ആയത്ത് കണ്ടില്ല? ഈ ആയത്ത് നമുക്ക് എപ്പോഴാണ്, ഏതൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ മാലിലെ ആഫിൽ നഷ്ടപ്പെടുക എന്നുള്ളത്. ഞാൻ ആയത്തിലേക്ക് ഡയറക്റ്റ് കിടക്കാം. ശ്രദ്ധിക്കാം. കുൽ നബിയെ പറയും, ഇൻ ഖാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ, വ അബിനാഉക്കും, നിങ്ങളുടെ പുത്രന്മാരാണെങ്കിൽ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളാണെങ്കിൽ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളാണെങ്കിൽ, വ അശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ, വ അംവാലുൻ, നിങ്ങളുടെ മുതലുകളുമാണെങ്കിൽ, ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ വിലയിടിവ് ഭയപ്പെടുന്ന, നിങ്ങളുടെ വിലയിടിവ് ഭയപ്പെടുന്ന നിങ്ങളെ സമ്പാദ്യം, അതാണ് പിന്നെ അംവാലുനിഖ്തറഫ്തുമൂഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ കൈകൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയ മുതൽ. അംവാലുനിഖ്തറഫ്തുമൂഹ എന്ന് പറഞ്ഞത് എന്നാല് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ, അങ്ങനെയാണ് ആ വാക്കിന് അർത്ഥം പറയാം. നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കിയ മുതൽ, അങ്ങനെയാണ് ആ മുതലിന്റെ ഒരു മുതൽ ഉണ്ടാകണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് അറിയുന്ന ആൾക്കാരാണ്. അവരോട് അത് ഡയറക്റ്റ് പറയാം. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ മുതൽ, നിങ്ങളെ കച്ചവടം, ബിസിനസ്, നിങ്ങൾ അത് തകരുമെന്ന് എപ്പോഴും ഭയപ്പെടുന്നുണ്ട്. തക്ഷൗന, നിങ്ങൾ ഭയപ്പെടുന്ന കസാദഹ, എപ്പോഴും ആ കച്ചവടം തകരാമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഒരു കച്ചവടക്കാരന്റെ മാനസികാവസ്ഥയാണ്. ഒരു കച്ചവടക്കാരൻ എപ്പോഴും, ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ഉണ്ടാവും വെച്ചാൽ ഏത് സമയത്തും അതെന്താവാം, ഒരു തകർച്ചയിലേക്ക് പോകാം. കാരണം ഏറ്റവും ഹലാലായ സമ്പാദ്യമാണേത്, കച്ചവടത്തിലൂടെയുള്ള സമ്പാദ്യമാണ് ഏറ്റവും ഹലാലായ സമ്പാദ്യം. ഖുർആൻ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞതും കച്ചവടത്തെ കുറിച്ചാണ്, ബിസിനസിനെ കുറിച്ചാണ്. അള്ളാഹു പറഞ്ഞത് നിഷിദ്ധമാക്കിയ ഒരുപാട് വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു ജാഹിലിയ്യത്തിൽ. ഒരുപാട് വരുമാന മാർഗങ്ങൾ ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജാഹിലിയ്യത്തിലെ വരുമാന മാർഗമാകുന്നു ഇന്ന് നമ്മുടെ നാട്ടിലുള്ള വരുമാന മാർഗം. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്താ? പലിശയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും, ഒരു വ്യക്തിയാകട്ടെ, ഒരു ഗവൺമെന്റ് ആവട്ടെ, ആരാവട്ടെ, നമ്മുടെ നാട്ടിൽ ഇന്നുള്ള ഏറ്റവും വലിയ വരുമാന മാർഗം പലിശയാണ്. അത് ഇതന്നെയാണ് ജാഹിലിയ്യത്തിലുണ്ടായിരുന്നത്. അപ്പൊ അള്ളാഹു പറഞ്ഞ കാര്യം നോക്കി നിങ്ങൾ, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, പലിശ ഹറാമാക്കി കച്ചവടം ഹലാലാക്കി.
പലിശ ഇല്ലാതെയാക്കാനാണ് അള്ളാഹു എന്ത് കൊണ്ടുവന്നത്? കച്ചവടത്തെ കൊണ്ടുവരുന്ന പലിശ ഇല്ലാതാക്കാനാണ്. നമ്മളെന്താക്കി? കച്ചവടം തന്നെ എന്താക്കി? പലിശാക്കി മാറ്റി. അപ്പോ ഏറ്റവും കൂടുതൽ വരുമാനം ഒരാൾക്ക് ഹലാലായ സമ്പാദ്യം സമ്പാദിക്കാൻ കഴിയുന്നത് എന്താണ്? കച്ചവടം. ഒരാൾക്ക് എത്രയും കച്ചവടം ചെയ്യാം. ഒരാൾക്ക് ആ കച്ചവടത്തിന്റെ ലാഭം, പിന്നെ ആ ലാഭങ്ങൾ അയാൾക്ക് പിന്നെ അയാൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിന്റെ അധ്വാനവും അതിന്റെ പിന്നെ ചെലവും അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? മാന്യമായ ലാഭം അതിൽ നിന്ന് അയാൾക്ക് എടുക്കാം. ഇത്രയെന്ന് പറഞ്ഞ് ഇത്ര ശതമാനം ലാഭം എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അയാൾക്ക് എത്രയും എന്ത് ചെയ്യാം? ലാഭം എടുക്കാം. പക്ഷെ അത് കൊള്ള ലാഭത്തിലേക്ക് പോകരുതെന്ന് മാത്രം. അത് അയാൾക്ക് ഉപയോഗിക്കാം. എന്നാൽ ഏത് സമയത്തും എന്താകാം? ഈ കച്ചവടം പോകാം. അപ്പൊ അതിന് ഇസ്ലാം പറയുന്ന ഒരുപാട് ഒരു കച്ചവടത്തിന്റെ കുറെ പിന്നെ രീതികൾ ഖുർആനിൽ, ഇപ്പൊ കിതാബുൽ ബൈഅ എന്ന് പറഞ്ഞിട്ട് ഒരു ബാബ് തന്നെ ഈ പിന്നെ ബുഖാരിയിലൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. കച്ചവടത്തിന്റെ എങ്ങനെ കച്ചവടം ചെയ്യണം, എങ്ങനെ കച്ചവടം ചെയ്താലാണ് അത് ഹലാലാവുക, എങ്ങനെ കച്ചവടം ചെയ്താലാണ് ബർക്കത്ത് ഉണ്ടാകുക, കച്ചവടത്തിലെ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം, അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹ് ഇവിടെ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഏത് സമയത്തും നമ്മൾ ഒരു നഷ്ടം പ്രതീക്ഷിക്കുന്ന, തകർച്ച പ്രതീക്ഷിക്കുന്ന കച്ചവടം. അപ്പൊ എന്തൊക്കെ ഇവിടെ പറഞ്ഞത്? 1 വാപ്പാര്, 2 മക്കള്, 3 സഹോദരങ്ങള്, 4 ഭാര്യ ഭർത്താക്കന്മാര്, 5 ഏറ്റവും അടുത്ത ബന്ധുക്കള്, 6 പിന്നെ സമ്പാദിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല്, 7 വിലയുടെ നമ്മൾ ഭയപ്പെടുന്ന, തകർച്ച ഭയപ്പെടുന്ന കച്ചവടം, 8 വമസാകിന തർളൗനഹ, നിങ്ങൾ അങ്ങേയറ്റം പ്രിയം വെക്കുന്ന നിങ്ങളുടെ വീട്. അല്ലെ, വീട് എന്നുള്ളത് എല്ലാവരും ഒരേ സ്വപ്നമാണ്. ആ വീട് ഇങ്ങനെ മോടി പിടിപ്പിച്ച് വീട് ഭംഗിയാക്കി, അങ്ങനെ അതാണ് മസാകിന തർളൗനഹ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന നിങ്ങളുടെ ഭവനങ്ങൾ. മസാകിന തർളൗനഹ, നിങ്ങളെ എപ്പോഴും തൃപ്തിപ്പെടുത്തുന്ന ഭവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. തൃപ്തിപ്പെടുത്തുന്ന ഭവനം എന്ന് പറഞ്ഞാല് ഭവനം ശരിക്കും തൃപ്തിപ്പെടുത്തുമ്പോഴേ മസ്കനാവുള്ളൂ. ശരിക്കും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വീടാണെങ്കിൽ അത് ശരിക്കും എന്താവുള്ളൂ? മസ്കൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ആ സമാധാനമുള്ള സ്ഥലം എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞ സക്കീനത്താണ്, സമാധാനമുള്ള. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെ? മസ്കൻ എന്ന് പറഞ്ഞാൽ സക്കീനത്തുള്ള സ്ഥലമാണ്, സമാധാനമുള്ള ഇടമാണ്. അപ്പൊ അവിടെ എന്ത് വേണം? അവിടെ തർളൗനഹ എന്ന് പറഞ്ഞാല് പരസ്പരം തൃപ്തി, അത് വലിയൊരു വിഷയമാണ്. സംതൃപ്തിയുള്ള ദാമ്പത്യം, സംതൃപ്തിയുള്ള കുടുംബം ഒക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് മസ്കനാവുള്ളൂ. അപ്പൊ അല്ലാഹ് പറയാണ്, ഇതൊക്കെ ഇതിന്റെ വിശേഷണങ്ങൾ പറഞ്ഞെടുത്ത് തന്നെ നമ്മൾ ഓരോന്നിനോടുള്ള നിലപാട് കൂടിയാ പറഞ്ഞത്. കച്ചവടത്തോടുള്ള നിലപാട് എന്താണ്? അത് എന്നും ഉണ്ടാവും കരുതണ്ട. മനസ്സിലായില്ലേ? വീടിന്റെ നിലപാട് എന്താണ്? അവിടെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തുന്ന വീടായിരിക്കണം. ഒരു സമ്പാദ്യം നല്ല കഷ്ടപ്പെട്ടെങ്കിലേ മുതലുണ്ടാവുള്ളൂ. മനസ്സിലാവുണ്ട പറഞ്ഞ ഈ കാര്യങ്ങളോടുള്ള ഒരാളെ നിലപാട് എന്തായിരിക്കണം എന്നതാണ് ഇതിന്റെ വിശേഷണമായിട്ട് പറഞ്ഞത്. 1 അംവാല് ഇഖ്തറഫ്തുമൂഹ, തിജാറത്ത് തഖ്ശൗന കസാദഹ, മസാകിൻ തർളൗനഹ. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഉണ്ടാക്കിയതാരാണ്? അള്ളല്ലേ. അപ്പൊ അതിനുള്ള നിലപാടും സത്യസന്ധമായ നേരെയുള്ള നിലപാട്, അള്ളാഹ് പറഞ്ഞ നിലപാട് തന്നെയാണ്. ആ നിലപാടുകളാണ് ഈ വസ്തുക്കളോട് ഉണ്ടാകേണ്ടത്. പക്ഷെ ഇതൊക്കെയും എന്താ? അത് തുടക്കം ഇൻകാന അല്ലെ? ഇൻകാന, ഇന്ന് വന്നാൽ അതിന് ജവാബ് ഉണ്ടാകും. ഈ ആയത്ത് തുടങ്ങണത് എങ്ങനെ? കുൽ നബിയെ പറയുക, ഇൻകാന ആണെങ്കിൽ എന്നാണ്. ഒരു കാര്യം എങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെന്തുണ്ടാകും? ഒരു ജവാബ് പറയണം. ഈ വിഷയങ്ങളൊക്കെ എന്താണ്? അഹബ്ബ ഇലൈക്കും, വായിക്കേ, മിനല്ലാഹി വറസൂൽ, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇതൊക്കെയാണെങ്കിൽ, വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഇതൊക്കെയാണെങ്കിൽ എന്ന് പറഞ്ഞാല്, നിങ്ങളെ ഖുർആൻ ക്ലാസ്സിൽ വരാൻ അള്ളയും റസൂലും ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ മൂന്നിനും കൂടി ഒന്നാക്കിയ ഖുർആൻ എന്ന് പറയുന്നത്.
അള്ളയും റസൂലും ജിഹാദ് എന്ന് പറഞ്ഞ എന്താണ്? മൂന്നിനും കൂടി ഒന്നാക്കി എന്തിലേക്ക് പറയാം? എങ്ങനെ? ഖുർആൻ അള്ളാന്റേത് അല്ലെ? അള്ളാന്റെ റസൂലായത് എന്തുകൊണ്ടാണ്? ആ റസൂലിന് ഖുർആന് ഇറങ്ങിയോണ്ടാണ് അല്ലെ? ഏറ്റവും വലിയ ജിഹാദ് നമുക്കൊക്കെയുള്ള ജിഹാദ് എന്തുകൊണ്ടാണ്? ജിഹാദൻ കബീറ എന്നുള്ള എന്തുകൊണ്ടാണ്? ഖുർആൻ കൊണ്ടാണ്. ഈ മൂന്നും ഇവിടെ കാണാം. അപ്പോ ഖുർആൻ ക്ലാസ്സിൽ വരാതിരിക്കാനുള്ള കാരണം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ മനസ്സിലായില്ലേ പറഞ്ഞേ? നിങ്ങളെ കച്ചവടാണെങ്കിൽ തടസ്സെങ്കിൽ ആ കച്ചവടം എപ്പോഴും പൊളിഞ്ഞ കച്ചവടാണ്. നിങ്ങളെ മുതലാണെങ്കിൽ ആ മുതൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മുതൽ കൊണ്ട് നിങ്ങൾക്ക് ആഫിയത്ത് കിട്ടണം. വീടാണെങ്കിൽ ആ വീട്ടിൽ സംതൃപ്തിയുള്ള ഒരു ജീവിതം കിട്ടണമെങ്കിലൊക്കെ എന്ത് വേണം? ഇത് വേണം. ഇതില്ലെങ്കിൽ അതൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലുത് ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ബാക്കി വയ്ക്കും. ഇപ്പൊ തറപ്പസു നിങ്ങൾ കാത്തിരിക്കുക, വെയിറ്റ് അള്ളാഹു അവന്റെ കൽപ്പനയും കൊണ്ടുവരുന്നത് വരെ, അള്ളാന്റെ ഒരു അംറ്, അള്ളാന്റെ കൽപ്പന വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ധിക്കാരികളായ ആളുകൾ അല്ലാഹു ഒരിക്കലും നേർമാർഗത്തിലാക്കൂല, നേർവഴിയിലാക്കൂല. ധിക്കാരികളായ ആളുകൾ അല്ലാഹു ഒരിക്കലും നേർവഴിയിലാക്കൂല. അപ്പൊ ഇതൊക്കെ പറഞ്ഞു എന്നിട്ടും തലയിൽ കയറുന്നില്ല എങ്കിൽ പിന്നെ അല്ലാഹു തആല ഒരാ പോണ വഴിക്ക് വരെ വിടും. അത് ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അവരൊരിക്കലും കടന്നു വരൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ഒരു ആയത്ത് കൂടി നോക്കാം. ഇതിപ്പോ എത്ര ആയത്ത്? 24 അല്ല, 34 നോക്കി. വേറൊരു വിഭാഗം അവനാന്റെ മുതല് കൊണ്ടുപോയിട്ട് നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. മുതലിന്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് പറയുന്നത് കേട്ടോ. കുറെ ആൾക്കാരുടെ മുതലില് ഒരു ആഫിയത്തും ഇല്ലാതിരിക്കൽ എപ്പോഴാണ്? ആ മുതൽ കൊണ്ടൊരു ഗുണം കിട്ടാതെ പോകുന്ന വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാനി, മതപണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ഒരു ഭൂരിപക്ഷം ആളുകളും ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അന്യായമായ രൂപത്തിൽ ജനങ്ങളെ മുതൽ തിന്നുന്നവരാണ്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ഒരു വലിയ വിഭാഗം അന്യായമായ രൂപത്തിൽ ജനങ്ങളെ മുതൽ തിന്നുന്നവരാണ്. നമ്മുടെ നാട്ടില് ഇനി അത് ഏത് വിഭാഗമാണെന്ന് കൂടി കണ്ടോളൂ. ബാക്കി കൂടി വായിക്കും. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യും. എത്ര മൂല്യന്മാർക്കാണ് പെരിയിൽ ചെലവുള്ളത്? പള്ളിക്കല മൂല്യന്മാർക്ക്. ഈ മൂല്യന്മാർക്ക് പിന്നെ ദീന് പറഞ്ഞു കൊടുക്കും. മൂല്യന്മാര് സാധാരണ ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കും. ഒരു നാട്ടിൽ 25 കൊല്ലം 30 കൊല്ലം ഒരു മുദരീസ്, 30 കൊല്ലം ഒരു മുദരീസ് ഒരു നാട്ടിൽ നിന്നിട്ട് അയാൾക്ക് 30 കൊല്ലായിട്ട് ഒരു വീട്ടിൽ നിന്നാണ് അയാൾക്ക് ചെലവ് കൊടുക്കുന്നത്. അയാൾ തിന്നുന്ന അംവാലന്നാസ, ജനങ്ങളെ മുതലാണ് അയാൾ തിന്നുന്നത്. അയാള് ആ വീട്ടിലുള്ള ആ ആളുകൾക്ക് എത്ര ആൾക്കാർക്ക് അയാൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? എത്ര ആൾക്കാർക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? എത്ര ആൾക്കാർക്ക് ദുആ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ആലോചിച്ച് നോക്കി. നമ്മളെ നാട്ടിൻപുറത്തുള്ള പള്ളികൾ, വലിയ ജുമാഅത്ത് പള്ളികൾ, അവിടെയുള്ള മൂല്യന്മാര് അവര് 30 കൊല്ലം 40 കൊല്ലം പള്ളിക്കല് ചെലവ് അവർക്ക് ഈ വീടുകളിൽ നിന്നാണ് ചെലവ് കൊടുക്കുന്നത്. അവരെ മുതലാണ് തിന്നുന്നത്. എങ്ങനെ ഞാനതാണ് പറയണത്. നമ്മളെ നാട്ടില് മദ്രസയാവട്ടെ പള്ളിയാവട്ടെ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന അവസ്ഥ എന്താണ്? എത്ര ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് അവര് ഇതേപോലെ, ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ ഇതിപ്പോ ഒരു ചെറിയ പള്ളി വന്നിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ അല്ലെ? ഈ പള്ളി വന്നപ്പോ തന്നെ ഇതിന്റെ ഈ പള്ളിന്റെ ഭാരവാഹികൾ ആദ്യം തന്നെ തീരുമാനം എന്താ? ഈ പള്ളിയിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലേ? നിങ്ങൾ പഠിക്കണില്ലേ? ആയത്ത് കാണുന്നില്ലേ? പ്രാർത്ഥനകൾ പഠിച്ചില്ലേ? രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന പഠിച്ചില്ലേ? ഇതുപോലെ പല പ്രാർത്ഥനയും പഠിച്ചില്ലേ? ഇങ്ങനെ 50 ചില പള്ളികളൊക്കെ 100, 110 കൊല്ലം പാരമ്പര്യമുള്ള പള്ളി നമ്മളെ വളർത്തുന്നുണ്ട്.
എത്ര പള്ളിയെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ നടക്കേണ്ടത് നിങ്ങൾ പറയും? ഉണ്ടോ? കുറവ് നടക്കണത് എവിടെന്ന് പറഞ്ഞത്? നടക്കണത് എവിടെന്ന് പറഞ്ഞത്? ഇങ്ങനെ ഈ സംവിധാനം കേരളത്തിൽ എല്ലാ മുജാഹിദ് മഹല്ലുകളിലും സംവിധാനം ഇവിടെ തുടങ്ങി. നമ്മളിപ്പോ ഈ പള്ളി ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ എന്താ അങ്ങോട്ട് നിങ്ങളങ്ങോട്ട് എന്താ പറയാ കമ്പനിപ്പടി അവിടെ പള്ളി ഉണ്ടാക്കി, അവിടെ ക്ലാസ് തുടങ്ങി. പള്ളി ഉണ്ടാക്കി അവിടെ ക്ലാസ് തുടങ്ങി. ഇതേമാതിരി ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്. താഹ ബീച്ചിൽ എല്ലാ വെള്ളിയാഴ്ച ക്ലാസ് ആൾക്കാരെ വിളിച്ചു ഇരുത്തിയിട്ട് ജുമാക്ക് വരണ എല്ലാ ആൾക്കാരും ക്ലാസ്സിന് വരുന്നുണ്ട്. മദ്രസ ഹാൾ നിറച്ച് ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ജുമാക്ക് ആൾക്കാർ വരുന്നത്. എന്താ നമ്മുടെ നാട്ടിലെ മൂല്യമാര് ചെയ്യുന്നത്? ഓല് മരിച്ചാല് വരും, 3-ന് വരും, 7-ന് വരും, 40-ന് വരും, ആണ്ടോണ്ട് ആട് വരും, തിന്നണം. പള്ളിക്കലിൽ മയ്യത്ത് കൊണ്ടുവന്ന് മയ്യത്ത്